ഇന്നേ ദിവസം നമുക്ക് അസാധ്യമായ വിഷയങ്ങൾക്ക് ഉള്ളിലേക്ക് ദൈവത്തിൻ്റെ ഇടപെടൽ കടന്നു വരും. വിശ്വസിക്കുക. മത്തായി 19:26 യേശു പറയുകയാണ്, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. വിത്ത് മെൻ ദീസ് തിങ്സ് ആർ ഇംപോസിബിൾ, ബട്ട് വിത്ത് ഗോഡ് ഓൾ തിങ്സ് ആർ പോസിബിൾ. എൻ്റെ കൂടെ ഇങ്ങനെയെന്ന് പറയാമോ, ദൈവത്തിന് എല്ലാം പോസിബിളാണ്. ഇമ്പോസിബിൾ എന്നുള്ള വേർഡ് ഐ എം പോസിബിൾ അല്ലേ, ഐ ആം പോസിബിൾ, അതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ആം പോസിബിൾ എന്ന് വായിക്കാം. പക്ഷേ അത് വാസ്തവത്തിൽ എങ്ങനെയാണ് നമുക്കത് പോസിബിൾ ആകുന്ന? ദൈവത്തോട് ചേർന്നിരിക്കുമ്പോൾ ഇറ്റ് ഈസ് പോസിബിൾ. ഐ ആം പോസിബിൾ. കാരണം ഇന്ന് ദൈവം നിനക്ക് അനുകൂലമായിട്ടുണ്ട്. 2 സ്ക്രിപ്ചർ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്ന. ആദ്യത്തെ സ്ക്രിപ്ചർ മത്തായി 19:26 മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. രണ്ടാമതായിട്ട് ദൈവം നൽകുന്നൊരു സ്ക്രിപ്ചറുണ്ട്, റോമ 8:31. ദൈവം നമുക്ക് അനുകൂലമായിട്ടുണ്ടെങ്കിൽ ആര് നമുക്ക് പ്രതികൂലമായിട്ടിരിക്കും? ദൈവം നമുക്ക് വേണ്ടി അനുകൂലമായിട്ടുണ്ട്. അത് വിശ്വസിച്ചേ. ദൈവം എനിക്ക് വേണ്ടി അനുകൂലമായിട്ടുണ്ട്. പലപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉള്ളൊരു ചിന്ത, നമ്മളൊരു കാര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവം എനിക്ക് അനുകൂലമല്ലാത്തതുകൊണ്ടല്ലേ ഇതിങ്ങനെ കടന്നു പോകുന്നതെന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിലുണ്ട്. ഇവിടെ നമ്മൾ റൂട്ടഡ് ആകേണ്ട ഒരു ഫെയ്ത്ത് പ്രിൻസിപ്പിളുണ്ട്. ദൈവം എൻ്റെ നിത്യനായ പിതാവാകുന്നു. ബൈബിളിൽ ഏറ്റവും കൂടുതൽ നമ്മൾ കാണുന്ന വാക്ക് ഏതാ? ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഈ ഒരു കാര്യം നമ്മൾ ഉറയ്ക്കണം. ഞാൻ എൻ്റെ അപ്പൻ്റെ, എൻ്റെ പിതാവിൻ്റെ സ്നേഹത്താൽ ജനിച്ചവനാണ്. എൻ്റെ അപ്പൻ്റെ പ്രിയപ്പെട്ടവനാണ്. നിത്യനായ ഒരു പിതാവ് എനിക്കുണ്ട്. നിത്യനായ ഒരു സംരക്ഷകൻ എനിക്കുണ്ട്. ആ ദൈവത്തിൻ്റെ ഹൃദയത്തിൽ എനിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. അപ്പം ഈ ഒരു റിയാലിറ്റിയാണ് നമ്മളെ ഏറ്റവും വലിയ സുരക്ഷിതത്വത്തിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ദൈവത്തെ, ഇത് ഞാൻ ഈ പറയുന്ന ഈ ഒരു കാര്യം, നമുക്ക് ഈ സ്ക്രിപ്ചറുകളെല്ലാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തെ, ഞാനിപ്പോൾ ഈ പറഞ്ഞ വാക്കുണ്ടല്ലോ, മനസ്സിലാകുക എന്നുള്ള വാക്ക്, അത് ബുദ്ധിയുടെ തലത്തിൽ അണ്ടർസ്റ്റാൻഡ് ചെയ്തൊരു കാര്യമാണ്. ദൈവത്തെ നമുക്ക് ബുദ്ധിയുടെ തലത്തിൽ മനസ്സിലാക്കാൻ പറ്റില്ല. ദൈവത്തെ ആത്മാവിൽ തിരിച്ചറിയാനാണ് നമുക്ക് പറ്റുന്നത്. ആത്മാവിൽ അനുഭവിക്കാം, ആത്മാവിൽ ആസ്വദിക്കാം, ആത്മാവിൽ രുചിച്ചറിയാം. യേശു ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് പറയുന്നത്, ഇത് കേൾക്കുന്ന ഒരു വ്യക്തിയുടെ ആത്മാവിൽ തിരിച്ചറിയുമ്പോഴാണ് ആ വ്യക്തിക്കത് വിശ്വസിച്ച് ഏറ്റെടുത്ത് ദൈവപുത്ര പദവി എനിക്ക് ക്രിസ്തുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ കിട്ടിക്കഴിഞ്ഞു. ഇതൊക്കെ ആത്മാവിൽ നമുക്ക് കിട്ടുന്ന ഉറപ്പാണ്, അനുഭവമാണ്. അത് സ്പിരിച്വലി നമുക്ക് കിട്ടുന്ന കോൺഫിഡൻസ് ആണ്. പൗലോസ് പഠിപ്പിക്കുന്നുണ്ട് ഫിലിപ്പിയർ 4:13, ഐ ക്യാൻ ഡു ഓൾ തിങ്സ് ത്രൂ ക്രൈസ്റ്റ് ഹു സ്ട്രെങ്തൻസ് മീ. എന്നെ ശക്തനാക്കുന്നവനിലൂടെ എനിക്ക് സകലതും ചെയ്യുവാൻ പറ്റും. ഇത് ശക്തനാക്കുന്നവൻ പുറത്ത് എക്സ്റ്റേണലി എവിടെയെങ്കിലും നിന്ന് ശക്തനാക്കുവാണ്. ബുദ്ധിയുടെ തലത്തിൽ എൻ്റെ കൂടെ ഒരാളുണ്ടെന്ന് ഇങ്ങനെ ബുദ്ധിയിൽ ചിന്തിക്കുകയാണ്, അല്ല, ആത്മാവിൽ ആൾ അനുഭവിച്ചറിയുകയാണ്. ദിസ് ഈസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ്. ഈ സംഭവം മനസ്സിലാവുമല്ല, ആത്മാവിൽ അനുഭവിക്കുകയാണ്. ഞാൻ എപ്പോഴും ഇങ്ങനെ യേശു ക്രൂശിൽ സകലതും ചെയ്ത് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആൾക്കാർ ചോദിക്കും, അതെങ്ങനെ ബുദ്ധിയുടെ തലത്തിൽ ഇങ്ങനെ ചിന്തിച്ചു പോകും? പക്ഷെ ആത്മാവിൽ അനുഭവിച്ചറിയുന്നവനറിയാം, ഹി ഫിനിഷ്ഡ് എവറിത്തിങ് ഓൺ ദ ക്രോസ്. അവൻ സകലതും ക്രൂശിൽ എനിക്ക് വേണ്ടി ചെയ്ത് കഴിഞ്ഞു. ഇന്ന് എൻ്റെ നിൻ്റെ ഉള്ളിൽ ക്രിസ്തു വസിക്കുകയാണ്. കൊളോസസ് 1:27 മൂന്നാമത്തെ വചനം ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്ന വചനം ഇതാണ്. മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു നിൻ്റെ ഉള്ളിലുണ്ട്. അപ്പം ഉള്ളിൽ ദൈവം വസിക്കുന്നു. ആ വസിക്കുന്ന ദൈവം എന്തുകൊണ്ടാണ് ഇന്ന് നിൻ്റെ ഉള്ളിൽ വസിക്കുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശ ക്രിസ്തു എന്തുകൊണ്ടാണ് നമ്മുടെ ഉള്ളിൽ വസിക്കുന്നത്? ദൈവത്തിൻ്റെ സമക്ഷം. ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം നമ്മുടെ അസാധ്യമായ വിഷയങ്ങൾ ദൈവം ഇടപെടും. പക്ഷേ ഇന്ന് നമ്മൾ ഈ വചനത്തെ നമ്മൾ ഉള്ളിലോട്ട് റിസീവ് ചെയ്യുക. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. സമക്ഷം നീതിമാനായി ഒരുവൻ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. ആരാന്നറിയോ? ദൈവസമക്ഷം നീതിമാനായിട്ട് ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരേ ഒരു വ്യക്തി, കംപ്ലീറ്റ് റൈച്ചസ്. ദൈവസമക്ഷം, മനുഷ്യരുടെ മുൻപിൽ നീതിമാനെന്നല്ല, മനുഷ്യരുടെ മുൻപിൽ നീതീകരിക്കപ്പെട്ട അല്ലെങ്കിൽ നല്ല ക്വാളിറ്റിയിൽ ജീവിച്ചു എന്നുള്ള വ്യക്തി എന്നുള്ള നിലയിലല്ല. ദൈവസമക്ഷം ഒരു വ്യക്തി നീതീകരിക്കപ്പെടുവാൻ അല്ലെങ്കിൽ നീതീകരിക്കപ്പെട്ട വ്യക്തിയായി ഈ ഭൂമിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തി നമുക്ക് വേണ്ടി ചെയ്ത നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിലൂടെ നീതീകരിക്കപ്പെട്ടവരാണ് സഭയിലുള്ള എല്ലാ വിശുദ്ധരും, നമ്മളെല്ലാവരും. ആ യേശു ക്രിസ്തു
ക്രിസ്തുവിലൂടെയാണ് ദൈവസമക്ഷം നമുക്ക് പ്രവേശനം ലഭിച്ചിരിക്കുന്നത്. ആ നീതീകരണത്തിൻ്റെ വാതിൽ തുറന്നതാരാ? യേശു ക്രിസ്തുവിലൂടെയാണ്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ പരിഹാര ബലി നടന്നില്ലെങ്കിൽ ഈ നീതീകരണം ഇല്ല. പിന്നെ നമ്മളെല്ലാവരും ദൈവം ജഡ്ജ് ചെയ്യുന്ന നമ്മുടെ ആക്ഷൻസ് ബേസ്ഡ് ചെയ്തുകൊണ്ടാണ്, കൽപ്പനകൾ ബേസ് ചെയ്തുകൊണ്ട് അങ്ങനെ ആരും നീതീകരിക്കപ്പെടുന്നില്ല. അതുകൊണ്ട് റോമാലേഖനമൊക്കെ പൗലോസിൽ എഴുതിയിട്ട് പറയണം, ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടുന്നില്ല, ഒരു മനുഷ്യനും നീതീകരിക്കപ്പെടാൻ പറ്റത്തില്ല. പണ്ട് ജൂതന്മാരിങ്ങനെ നിയമം അടിച്ചേൽപ്പിച്ച് ഫരിസേരിങ്ങനെ മനുഷ്യരെ ഇങ്ങനെ ആ കൽപ്പന നിങ്ങൾ തെറ്റിക്കരുത്, ഈ കൽപ്പന നിങ്ങൾ ഫോളോ ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ പറയുന്നവർ തന്നെ പലപ്പോഴും തെറ്റിച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ട് യേശു പറഞ്ഞത്, നിങ്ങൾ ഒരു സ്ത്രീയെ ആസക്തിയോടെ നോക്കുമ്പോൾ അവളുമായിട്ട് വ്യഭിചാരം ചെയ്തു, ആസക്തിയോടെ നോക്കുകയല്ലേ ചെയ്തുള്ളൂ, വ്യഭിചാരം ചെയ്തില്ല, പക്ഷെ ഉള്ളിൽ അത് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞു. അപ്പം നിയമം നിങ്ങൾ ഓൾറെഡി തെറ്റിച്ച് കഴിഞ്ഞു, നീ പഠിപ്പിക്കുന്നവർ തന്നെ നിങ്ങൾ തെറ്റിച്ച് കഴിഞ്ഞു. കൂടുതലും കർത്താവ് ഇങ്ങനെ കർക്കശമായിട്ട് പറഞ്ഞതെല്ലാം ഈ നിയമജ്ഞരോടും ഫരിസേയരോടുമായിരുന്നു. അതെന്തിനു വേണ്ടി യേശു അങ്ങനെ പറഞ്ഞതെന്ന് വെച്ചാൽ, കർത്താവ് പറയുകയാണ്, ഞാനാകുന്നു വഴി, ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളിൽ ആശ്രയിക്കാതെ എന്നിൽ ആശ്രയിക്കണം, ഞാനാണ് നിങ്ങളെ നീതീകരിക്കുന്നത്, വഴിയും സത്യവും ജീവനുമാകുന്നവൻ കാൽവരി മലമുകളിൽ പരിഹാര ബലിയായി തീർന്ന് പഴയ നിയമത്തിൻ്റെ എല്ലാ ശാപത്തിലും നമ്മളെ മോചിപ്പിച്ച് സ്വയമേ അവിടുന്ന് നമുക്ക് വേണ്ടി പാപപരിഹാര ബലിയായി തീർന്നുകൊണ്ട് നീതീകരണത്തിൻ്റെ വാതിൽ തുറന്നു തന്നു. ഇന്ന് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് സൗജന്യമായി നീതീകരിക്കപ്പെടുവാൻ പറ്റുകയാണ്. അതുകൊണ്ടാണ് 2 Corinthians 5:21, നാം എല്ലാവരും ദൈവത്തിൻ്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി തീർത്തു. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ, കാരണം ആ വിശ്വാസത്തിലൂടെ ഒരു വ്യക്തി നീതീകരിക്കപ്പെടുവാണ്, ആ നീതീകരിക്കപ്പെടുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിൽ ഇന്ന് ക്രിസ്തു വന്ന് വസിക്കുവാണ്. ഇതാണ് പുതിയ നിയമത്തിൻ്റെ സീക്രട്ട്. അതായത് ക്രിസ്തു വസിക്കുന്ന ഒരു വ്യക്തി ക്രിസ്തു ഡിക്ലെയർ ചെയ്യുകയാണ്, ആ വ്യക്തി നീതീകരിക്കപ്പെട്ട, സിമ്പിൾ. ഈ വ്യക്തി നീതീകരിക്കപ്പെട്ട വ്യക്തിയാണ്, കാരണം ക്രിസ്തു ഉള്ളിലിരിക്കുകയാണ്. ഇത് ആത്മാവിൽ ഒരു വ്യക്തി അനുഭവിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ ഫ്രീഡം ആ മനുഷ്യൻ അനുഭവിക്കാൻ പറ്റുന്നത്. അതുകൊണ്ട് യേശു പറഞ്ഞ, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും, സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. ഇപ്പോഴാണ് നമുക്ക് ഹോളി കമ്മ്യൂണിയനൊക്കെ സ്വീകരിക്കുമ്പോൾ അത് യേശുവിൻ്റെ ശരീരമാകുന്നു, യേശുവിൻ്റെ രക്തമാകുന്നത് ആത്മാവിൽ അനുഭവിച്ചറിയുകയാണ്. ഹല്ലേലൂയ. പലപ്പോഴും നമ്മൾ വിശ്വാസത്തിൽ ആത്മാവിൽ അനുഭവിക്കുന്ന കാര്യത്തെ ബുദ്ധിയുടെ തലത്തിൽ പലപ്പോഴും നമ്മൾ ചിന്തിച്ചു. അതാണ് ഈ മനസ്സിൻ്റെ തലങ്ങൾ. മനസ്സിൻ്റെ തലമുണ്ട്, പിന്നെ ലീഗലിസ്റ്റിക് സ്പിരിറ്റിൻ്റെ തലമുണ്ട്. ഈ 2 തലത്തെയും നമുക്ക് പുതിയ നിയമത്തിലെ കൃപയുടെ തലത്തിൽ മറികടക്കേണ്ടതായിട്ടുണ്ട്. കൃപ അനുഭവിച്ച്, ആ കൃപയുടെ ശക്തി അനുഭവിച്ച്, യേശുവിൻ്റെ കൃപയുടെ അഭിഷേകത്തിലാണ് നമ്മൾ ഈ ലോകത്തിലെ ഈ പഴയ നിയമത്തിൻ്റെ അരൂപിയെയും ലോകത്തിൻ്റെ അരൂപിയെയും നമ്മുടെ ബുദ്ധിയുടെ തലത്തിലുള്ള ആ ഒരു കെട്ടിനെയും നമ്മൾ മറികടന്ന് ക്രിസ്തു കൂടെയുണ്ടെന്നുള്ള ഉറപ്പിൽ നമ്മൾ മുൻപോട്ട് പോകുന്ന ഒരു ജീവിതത്തെയാണ് പുതിയ നിയമം വിളിക്കുന്ന ക്രിസ്തീയ ജീവിതം. അപ്പോൾ ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒരു കാര്യം പ്രാർത്ഥിച്ചാൽ മതി. എന്നാണെന്നറിയാമോ? കർത്താവ് നമുക്ക് സഹായകനായിട്ട് ഒരാളെ തന്നിട്ടുണ്ട്. ആ സഹായകനാണ് പരിശുദ്ധാത്മാവ്. ഇന്ന് രാവിലെയൊക്കെ ഞാൻ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഈ ഒരു കാര്യമാണ് ഉള്ളിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന. ഞാൻ ഉണ്ട് നിങ്ങൾക്ക് സഹായമായിട്ട്, നമുക്ക് സഹായകനായിട്ട് അവിടുന്ന് ഉണ്ട് എന്നുള്ള ഉറപ്പ് എല്ലാവർക്കും ഉണ്ടാകണം. ഈ കാലഘട്ടത്തിൽ പരിശുദ്ധാത്മാവ് എവിടെയാണ്? പരിശുദ്ധാത്മാവ് ഭൂമിയിൽ നമ്മുടെ കൂടെയുണ്ട്, നിങ്ങളുടെ കൂടെയുണ്ട്. ഇപ്പം നിങ്ങൾ വീട്ടിൽ ഇരുന്ന് ഈ പ്രാർത്ഥന, ഈ ഒരു വീഡിയോ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് വേണ്ടി പരിശുദ്ധാത്മാവിന് നിങ്ങൾ ഭാരപ്പെടുന്ന സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഇടപെടാൻ പറ്റും. നിങ്ങളെ വിഷമിപ്പിക്കുന്ന വ്യക്തികൾക്കോട് പരിശുദ്ധാത്മാവിന് ഇടപെടാൻ പറ്റും. ചില കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ വേണ്ടി പരിശുദ്ധാത്മാവിന് സാധിക്കും. ഇന്ന് ഞാൻ തുടക്കത്തിൽ പങ്കുവച്ച സ്ക്രിപ്ചർ മത്തായി 19:26, മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഹോളി സ്പിരിറ്റിൻ്റെ ശക്തിയാണ് ഈ അസാധ്യ വിഷയങ്ങളെ നമുക്ക് സാധ്യമാക്കി നൽകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾക്ക് വേണ്ടി ഹോളി സ്പിരിറ്റ് ഇടപെടും. പക്ഷെ നമ്മൾ വിശ്വസിക്കണം, യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ അനീഷ് എന്ന ഞാൻ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ഐ ആം ദ റൈച്ചസ്നെസ് ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ്. നിങ്ങൾ അധരം തുറന്ന് പറഞ്ഞ്, എൻ്റെ യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ യേശു എന്നെ സൗജന്യമായി നീതീകരിച്ചിരിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. ഇതാണ് നമ്മുടെ വിശ്വാസം. എൻ്റെ ദൈവം എൻ്റെ അപ്പനാണ്, പിതാവാണ്, എനിക്ക് അനുകൂലമായിട്ട് എൻ്റെ ദൈവമുണ്ട്. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഈ ഒരു ഉറപ്പിൽ നിന്നുകൊണ്ട് നമ്മൾ സംസാരിക്കാൻ തുടങ്ങുമ്പോൾ ദൈവമക്കളെന്നുള്ള പദവിയുടെ ശക്തി ആക്ടിവേറ്റ് ആവും. പിന്നെ നമ്മൾ ദാസന്മാരല്ല, വീട്ടുവേലക്കാരല്ല, മക്കളാണ്. മക്കളെന്നുള്ള പദവി അത് യേശുവിൻ്റെ കുരിശിലെ പൂർത്തീകരണ പ്രവൃത്തിയിലൂടെ മാത്രമാണ് ഒരാൾ മക്കളാകുന്നത്, മക്കളായേക്കുന്നത്. അല്ലെങ്കിൽ മക്കളായ ആ ഒരു പദവിയിലേക്ക്
ഇപ്പം നമ്മളിപ്പോൾ ഒരു 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 വ്യക്തി ചീഫ് മിനിസ്റ്ററായി, ഇപ്പം VD സതീശൻ കേരളത്തിന് ചീഫ് മിനിസ്റ്ററായി ആ പൊസിഷൻ ആൾക്ക് കിട്ടി അല്ലേ. അപ്പം അതിന് ഒരു വർഷം മുമ്പ് ആൾ വേറൊരു പൊസിഷനിലാണ് നിന്നിരുന്നത്. അതുപോലെ തന്നെ പക്ഷേ മനുഷ്യനാണെന്ന് വെച്ചാൽ മനുഷ്യനാണ് അല്ലേ. പക്ഷേ ആൾക്കിപ്പോൾ ഒരു പൊസിഷനുണ്ട്. ഇതുപോലെ തന്നെ ദൈവം ഒരു വ്യക്തിയെ ഒരു പൊസിഷനിലേക്ക് ഉയർത്തുവാണ്. ദൈവത്തിൻ്റെ മകൻ മകളെന്നുള്ള പൊസിഷൻ, ആ പൊസിഷനിൽ നിന്ന് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ഭൂമിയിൽ സംഭവിക്കും. റോമാലേഖന 8-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വാക്യം 16 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളുമാണ്. നമ്മൾ മക്കളെങ്കിൽ അവകാശികളാണ്, ദൈവത്തിൻ്റെ അവകാശികളാണ്, ക്രിസ്തുവിൻ്റെ കൂട്ടവകാശികളാണ്. വി ആർ കോ എയേഴ്സ് വിത്ത് ജീസസ്. അവകാശികളാണ്, ക്രൈസ്റ്റുമായിട്ട് നമ്മൾ കോയേഴ്സാണ്. അവകാശമുണ്ട്, അവകാശം എന്ന് പറയുമ്പോൾ ഇൻഹെറിറ്റൻസ് ഉണ്ട്. നമുക്ക് ഈ മക്കൾക്കാണ് പിതൃസ്വത്തിൻ്റെ അവകാശങ്ങൾ അല്ലേ, ഇൻഹെറിറ്റൻസ്. അതുപോലെ ദൈവത്തിൻ്റെ ഇൻഹെറിറ്റൻസ് ഭൂമിയിൽ നമുക്ക് ലഭിക്കും, നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും. അപ്പോൾ അത് മനുഷ്യർക്ക് അസാധ്യമായ വിഷയങ്ങളിൽ ദൈവത്തിൻ്റെ സാധ്യതകളെ അവിടെ ദൈവം അൺലിമിറ്റഡ് ആയിട്ടുള്ള പോസിബിലിറ്റീസ് അവിടെ ആത്മാവിൻ്റെ ശക്തിയിലൂടെ തുറക്കപ്പെടുകയാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദൈവം മുൻനിർണയിച്ചവരാണ് നമ്മളെല്ലാവരും. പക്ഷേ ഇവിടെ നമ്മുടെ ജഡത്തിൻ്റെ പല ഇഷ്ടങ്ങളുണ്ട്. ഇവിടെ ആത്മാവിൻ്റെ ഇഷ്ടങ്ങളുണ്ട്, ജഡത്തിൻ്റെ ഇഷ്ടങ്ങളുണ്ട്. രണ്ട് ഇഷ്ടങ്ങളാണ് മനുഷ്യനെ. അത് പൗലോസിനെ പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഓപ്പോസിറ്റായിട്ട്. ആത്മാവിൻ്റെ ഇഷ്ടങ്ങൾ, ജഡത്തിൻ്റെ ഇഷ്ടങ്ങൾ. ആത്മാവിൻ്റെ ഇഷ്ടങ്ങളാണ് യഥാർത്ഥത്തിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പർപ്പസിനെ ഫുൾഫിൽ ചെയ്യിപ്പിക്കുന്നത്. കാരണം നിത്യമായി നിലനിൽക്കുന്ന ആത്മാവാണ് നിങ്ങൾ, ദൈവം തിരഞ്ഞെടുത്ത വ്യക്തിയാണ്. ഈ ആത്മാവിൻ്റെ ഇഷ്ടങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഐശ്വര്യവും നന്മയും അനുഗ്രഹങ്ങളും സകല സമൃദ്ധിയും എല്ലാ അഭിഷേകം, അതിനേക്കാൾ ഉപരി ഏറ്റവും കൂടുതൽ ദൈവത്തിൻ്റെ അഭിഷേകത്തെ ക്യാരി ചെയ്യുന്നവരാക്കി ഈ ഭൂമിയിൽ നിർത്തി സകല നന്മകളും നിങ്ങൾക്ക് ആവശ്യമുള്ളത് നിങ്ങളിലേക്ക് പരിശുദ്ധാത്മാവ് എത്തിക്കും. എന്നാൽ ജഡത്തിൻ്റെ കാമന എന്തൊക്കെയാ? ജഡം നമ്മളെ ലോകവുമായിട്ട് കമ്പയർ ചെയ്യിപ്പിക്കും. ലോകം എന്ന് വെച്ചാൽ ബൈബിൾ പഠിപ്പിക്കുന്നത് യേശുവിനെ അറിയാത്ത മനുഷ്യർ, അതിനെയാണ് ലോകം എന്ന് പറയുന്നത്. അപ്പോൾ യേശു പഠിപ്പിക്കുന്നുണ്ട് യോഹന്നാൻ സുവിശേഷത്തിൽ, പരിശുദ്ധാത്മാവ് വരുമ്പോൾ ലോകത്തിന് ജഡ്ജ്മെന്റ് കൊടുക്കും എന്ന് പറയുന്നത് എന്താ? അതായത് യേശുവിനെ അറിയാത്ത മനുഷ്യരെയാണ് അവിടെ ലോകമെന്ന് കാണുന്നത്. നമ്മളും ഈ പ്രപഞ്ചത്തിലാണല്ലോ ജീവിക്കുന്നത്. അപ്പോൾ യേശുവിനെ അറിഞ്ഞൊരു വ്യക്തിക്ക് പരിശുദ്ധാത്മാവ് നൽകുന്നത് ഒരു അനുകൂലതയാണ്. നമ്മളെ സത്യത്തിലേക്ക് വഴി നടത്തുന്നു എന്ന് യേശു പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ഓരോ സ്റ്റെപ്പുകളിലും നമ്മളെ മുൻപോട്ട് പരിശുദ്ധാത്മാവ് വഴി നടത്തുകയാണ്. അപ്പം ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ആത്മാവിൽ ദൈവത്തെ അനുഭവിച്ചറിയുവാൻ, ആത്മാവിൽ ദൈവത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പുകളും എടുത്തു വെക്കുമ്പോൾ ആത്മാവിൻ്റെ അഭിലാഷങ്ങൾ, അതായത് ഹോളി സ്പിരിറ്റിൻ്റെ അഭിലാഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഫുൾഫിൽഡ് ആക്കും. ഓരോന്നും സംഭവിക്കും. ഹല്ലേലൂയ. അപ്പം നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങൾ വ്യത്യസ്തമായിരിക്കും. നമ്മളെ ഒരാൾ വേദനിപ്പിച്ചു, പരിശുദ്ധാത്മാവ് ഉള്ളിൽ പറയുക, അയാളോട് ക്ഷമിക്കുക. ഇപ്പോൾ ഒരു ഇമ്പൾസീവായിട്ട് നമുക്ക് ആ ഒരു കമ്പാഷൻ ഹോളി സ്പിരിറ്റ് നമ്മുടെ ഉള്ളിൽ നിന്ന് തരും. അപ്പം അതിന് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പരിശുദ്ധാത്മാവ് ഏത് സാഹചര്യത്തിലും പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു കമ്പൾഷൻ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു ഇമ്പൾസസ് മനസ്സിലാക്കിക്കൊണ്ട്, അനുഭവിച്ചറിഞ്ഞുകൊണ്ട്, തിരിച്ചറിഞ്ഞുകൊണ്ട് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഹോളി സ്പിരിറ്റ് സംരക്ഷിക്കും, നമ്മളെ സഹായിക്കും. അപ്പം ഇന്ന് ഈ ദിവസങ്ങളിൽ നമ്മളെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഡിവൈൻ അപ്പോയിൻമെൻറ്റുകളെല്ലാം അത് ഫുൾഫിൽഡ് ആകട്ടെ, അത് വെളിപ്പെടട്ടെ. ദൈവം ആഗ്രഹിക്കുന്ന നന്മകളെല്ലാം നമ്മൾ അനുഭവിക്കുവാനിടയായിത്തീരട്ടെ. പ്രപഞ്ചം മുഴുവൻ ദൈവം സൃഷ്ടിച്ചതല്ലേ. നമ്മൾ പണ്ട് കോവിഡിൻ്റെ സമയത്ത് ഇങ്ങനെ ആൾക്കാർ ഓക്സിജൻ സിലിണ്ടറുമായിട്ട് ഓക്സിജൻ സിലിണ്ടർ കിട്ടാൻ വേണ്ടി ഓടുന്ന അല്ലേ നമ്മൾ കണ്ട. പ്രപഞ്ചം മുഴുവൻ ഓക്സിജൻ കൊണ്ട് നിറച്ചു. എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് വേൾഡിനെ ദൈവം ക്രിയേറ്റ് ചെയ്തേക്കുന്നത്. സോ ദൈവത്തിൻ്റെ പദ്ധതി എന്നുള്ളത് മനുഷ്യൻ നന്മയായിട്ടിരിക്കുന്നത് തന്നെയാണ്, നന്മ അനുഭവിക്കണം തന്നെയാണ് ദൈവത്തിൻ്റെ പദ്ധതി. ബട്ട് ഹോളി സ്പിരിറ്റിൻ്റെ പവറിനകത്താണ് നമ്മുടെ ഫ്ലഷിൻ്റെ ഇതിനെ പരിശുദ്ധാത്മാവിൻ്റെ പവറിൽ നിന്ന് ആ ഹോളി സ്പിരിറ്റിലാണ് നമുക്കിത് അനുഭവിക്കാൻ പറ്റുന്നത്. ഇല്ലെങ്കിൽ നമ്മളൊരു ഫുഡ് കഴിച്ചാൽ പോലും അതിൻ്റെ ടേസ്റ്റ് പോലും ചിലപ്പം നമുക്ക് ബാഹ്യമായിട്ട് ചിലപ്പോൾ ആൾക്കാർ ഞാൻ പറയുന്നത് കേട്ടിട്ടുണ്ട്, ബ്രദർ ഇപ്പം കഴിക്കുന്ന ഫുഡിന് പോലും ടേസ്റ്റ് ഇല്ല. അത് ഫുഡിൻ്റെ ടേസ്റ്റിനപ്പുറമായിട്ട് നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾ ഭയങ്കര കലുഷിതമായിട്ട് പല കാര്യത്തിലൂടെ കയറി ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്തുനിന്ന് നമ്മളെ ഇപ്പം പ്രോബ്ലത്തിൽ നിൽക്കുമ്പോൾ തന്നെ
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മൾ നിറയപ്പെടുമ്പോൾ നമ്മളെ ഹോളി സ്പിരിറ്റ് ഫ്രീ ആക്കും. പരിശുദ്ധാത്മാവ് നൽകുന്ന ഫ്രീഡം, ഇന്ന് ആ ഫ്രീഡം നമ്മളിൽ കടന്നു വരട്ടെ. ആ ഫ്രീഡം നമ്മൾ അനുഭവിക്കുമ്പോൾ നമുക്ക് വേറൊരു ലോകത്ത് നിൽക്കുന്ന ഫീലാണ്. ഭൂമിയിലാണെങ്കിൽ തന്നെയും വി ഫീൽ ലൈക്ക് വി ആർ ഇൻ ഹെവൻ. അതാണ് ഈശോയുടെ പരിപാടി. അങ്ങനെയാണ് ഈശോ ശുശ്രൂഷയ്ക്കായിട്ട് കടന്നു പോകുമ്പോൾ ഒരുപാട് എതിർപ്പുകളുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും കർത്താവിനെ തൊട്ടിട്ടില്ല. അതിൻ്റെ കാരണം എന്താ? ഈവൻ ദോ ഹി വാസ് ഇൻ ദ വേൾഡ്, ഹി വാസ് അബൈഡിങ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ ഹോളി സ്പിരിറ്റ്. ഫാദറിൻ്റെ പ്രസൻസാണ് ആളെ ഗൈഡ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് നമ്മളെയും ഗൈഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യോഹന്നാൻ സുവിശേഷം, യോഹന്നാൻ ശ്ലീഹ ലേഖനങ്ങൾ എഴുതുമ്പോൾ 1 യോഹന്നാൻ 4-ാം അധ്യായത്തിൽ യോഹന്നാൻ ശ്ലീഹ പറയുകയാണ്, യേശു സ്വർഗത്തിലായിരിക്കുന്ന പോലെ തന്നെ നമ്മളും ഭൂമിയിലായിരിക്കുന്നു. ആസ് ഹീ ഈസ് ഇൻ ദ ഹെവൻസ്, ആസ് ഹീ ഈസ് ഇൻ ദ ഹെവൻസ്, വി ആർ ഹിയർ ഇൻ ദിസ് വേൾഡ്. അപ്പം ആ ഒരു കണക്ഷൻ അവിടെ ഉണ്ട്. ഞാൻ മുന്തിരിവള്ളി നിങ്ങളെ ശാഖകളുമാണ്. ഈശോ പറഞ്ഞത്, ഞാൻ മുന്തിരിവള്ളി നിങ്ങളെ ശാഖകളുമാണ്, നിങ്ങൾ എൻ്റെ ബ്രാഞ്ചസാണ്. ഇന്ന് ആ പവർ, ഈ ഒരു കോൺഷ്യസ്നെസ്സിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ പവർ നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ. യു ആർ നോട്ട് സെപ്പറേറ്റഡ് വിത്ത് ക്രൈസ്റ്റ്. ഇറ്റ് ഈസ് എന്നാ പറയുന്നത്, ഇൻസെപ്പറബിളാണ്, പറിച്ചറിയാൻ പറ്റത്തില്ല. ഇപ്പം ഈ ഒരു ഞാൻ എൻ്റെ പുറയിൽ നിൽക്കുന്ന ഈ ഒരു വൃക്ഷം, ഈ വൃക്ഷത്തിൻ്റെ ഈ ഒരു ബ്രാഞ്ചസ് കണ്ടില്ലേ, ഈ ഒരു ബ്രാഞ്ച് എൻ്റെ വീടിനടുത്തുള്ള പള്ളിയാണ്. അപ്പോൾ ഇന്ന് രാവിലെ ഇവിടെ വന്നിട്ട് ഞാൻ, നല്ല വെയിലുള്ളൊരു ദിവസമാണ്, ഇവിടെ റെയറായിട്ട് കിട്ടുന്നൊരു സമയം. അപ്പോൾ ഞാൻ അവിടുന്ന് വെളിയിലിരുന്ന് ലൈവ് എടുത്തത്. ഈ വൃക്ഷത്തിനൊക്കെ ബ്രാഞ്ച് ഉണ്ടല്ലേ, ഈ ബ്രാഞ്ച് പോലെ നമ്മൾ കർത്താവുമായിട്ട് കണക്റ്റഡാണ്. വി ആർ കണക്റ്റഡ് വിത്ത് ഹിം. ഇപ്പം നമ്മളൊരു ചെടി അല്ലെങ്കിൽ ഒരു വൃക്ഷം, അതിൻ്റെ ശക്തി എവിടെ നിന്നാണ് വരുന്നത്? റൂട്ട്സിൽ നിന്നാണല്ലേ. അപ്പം നമ്മൾ ഇന്ന് തിരിച്ചറിയേണ്ടത്, കർത്താവ് തൻ്റെ കുരിശിലെ പരിഹാര ബലിയിലൂടെ നമ്മളെ സ്വന്തം ഭൗതിക ശരീരത്തിൽ ഈശോ അനുരഞ്ജിപ്പിച്ചു. അതുകൊണ്ട് തന്നെ യു ആർ നോട്ട് അലോൺ. നമ്മൾ എലോണല്ല, നമുക്ക് ദൈവം അനുകൂലമായിട്ടുണ്ട്. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഇവിടെ എഴുതപ്പെടുന്ന എല്ലാ പ്രെയർ റിക്വസ്റ്റുകൾ ഇന്നിവിടെ ഈ പ്രെയർ റിക്വസ്റ്റുകൾ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈശോ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ പറയുക, നമ്മൾ കർത്താവ് ഇതെല്ലാം കാണുന്നുണ്ട്. നമ്മൾ എഴുതുന്ന ഓരോ പ്രെയർ റിക്വസ്റ്റുകളും കർത്താവ് കണ്ടുകൊണ്ടായിരിക്കും. ഞാൻ രഞ്ജുവിൻ്റെ ഈ ഒരു പ്രെയർ റിക്വസ്റ്റ് വായിക്കുമ്പോൾ, പണ്ട് എൻ്റെ വൈഫിൻ്റെ ഒരു പേപ്പർ വർക്ക് ഇങ്ങനെ ഭയങ്കര ഡിലേ ആയിട്ട് കുറേ നാളായിട്ട് അത് നടക്കുന്നില്ല. അപ്പം ഞാൻ 12 വർഷം മുമ്പ്, അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് നിൽക്കുന്നൊരു സമയം. ഒരു രക്ഷയില്ല. എൻ്റെ ദൈവമേ, എങ്ങനെയാണ് ഇതിനകത്തൊരു പോംവഴി? നമ്മൾ ദൈവത്തോട് ചോദിച്ചു അല്ലേ? നമ്മളും ചില സമയത്ത് മാനുഷികമായിട്ട് ഇങ്ങനെ ചിന്തിക്കും. കുറേ നാൾ പ്രാർത്ഥിച്ചു, കുറേ ആൾക്കാരോട്. അവൾ ഗൾഫിൽ വർക്ക് ചെയ്തിട്ട് അവിടെ സൗദി അറേബ്യയിൽ നിന്നൊരു പേപ്പർ പോകുന്നില്ലായിരുന്നു. അപ്പം ഭയങ്കര വിഷമം, നമുക്ക് മാനസിക ബുദ്ധിമുട്ട്. കുറേ ട്രൈ ചെയ്തു, പ്രാർത്ഥിച്ചു, ഒന്നും നടക്കുന്നില്ല. നമ്മളെന്നാ ചെയ്യുന്നത്? നമ്മൾ ഗീവപ്പ് ചെയ്യും. ഈശോ പറയുന്ന ഗീവപ്പ് ചെയ്യാനല്ല, എൻ്റെ മേലേക്ക് ആ വിഷയം ഇട്ട് തരാനാണ്. ഒരു ദിവസം എനിക്ക് ഈ റവലേഷൻ കർത്താവ് തന്നു. 1 പത്രോസ് 5-ാം അധ്യായത്തിൽ കർത്താവ് പറയും, നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ശ്രദ്ധാലുവാണ്. അപ്പം ഞാൻ ചോദിച്ചു, കർത്താവ് ഞാൻ എന്നാ ചെയ്യണ്ടേ? യു ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്, യു ഡു വാട്ട് ഐ ഹാവ് ഇൻസ്ട്രക്റ്റഡ് യു ടു ഡു. അപ്പം അന്ന് ഞാൻ കോളേജിൽ പഠിപ്പിക്കുന്ന സമയമാണ്. അപ്പം അന്ന് എനിക്ക് ദൈവം തന്നിരുന്ന ഒരു ശുശ്രൂഷ എന്ന് വെച്ചാൽ, നമ്മൾ ക്ലാസ്സുകളിൽ എടുക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കും. അവിടെ ഏതെങ്കിലും പിള്ളേർ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണ്, അവർക്ക് വേണ്ടി പോയി പ്രാർത്ഥിക്കും, അവരുടെ പേരൻസിന് വേണ്ടി പ്രാർത്ഥിക്കും. അങ്ങനെ നമുക്ക് ഒത്തിരിയും പിള്ളേർ, ഇന്ന ജാതി മതമൊന്നുമില്ല, എല്ലാവരും വന്ന് ഓരോ വിഷമങ്ങൾ പറയുമ്പോൾ നമ്മൾ അവരുടെ വിഷമങ്ങൾ കേട്ടിരിക്കും. ഫ്രീ ടൈമൊക്കെ ഉള്ള സമയത്ത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കും. അപ്പോൾ പിള്ളേർ ഇങ്ങോട്ട് തന്നെ വന്ന് പറയും, സാറേ ഇന്ന കാര്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ, ഇന്ന വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. ക്രിസ്ത്യാനികൾ മാത്രമല്ല, എല്ലാ പിള്ളേരും വന്ന് പറയും. അപ്പോൾ നമ്മളെല്ലാം അവരുടെ കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. അപ്പം ദൈവം കർത്താവ് ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രാർത്ഥന കൊണ്ടല്ല, കർത്താവ് അത് ആ സമയത്ത് കർത്താവ് പാർന്നൊരു ശുശ്രൂഷയായിരുന്നു. അപ്പോൾ ആ ശുശ്രൂഷകൾ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് മുമ്പോട്ട് പോകാൻ കർത്താവ് പ്രേരണ തന്നു. അപ്പോൾ അതുമായിട്ട് നമ്മൾ മുമ്പോട്ട് പോയപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ രാവിലെ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചാണ് ക്ലാസ് തുടങ്ങുന്നത്. അപ്പോൾ എൻ്റെ ക്ലാസ് പ്രാർത്ഥിച്ചു ഞാൻ പുറത്തോട്ട് വരുന്ന സമയത്ത് എല്ലാ ദിവസവും നോർമലായിട്ട്, ഞാൻ വലിയ വിഷമിച്ചൊന്നുമല്ല പ്രാർത്ഥിച്ചത്.
നോർമലായിട്ട് പ്രാർത്ഥിച്ചു. പക്ഷേ അന്നത്തെ ഇൻ്റർവെൽ ബ്രേക്കിൻ്റെ സമയത്ത് ഒരു മുസ്ലിം പയ്യൻ വന്നിട്ട് എന്നോട് പറഞ്ഞു, സാർ ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചപ്പം പഴയ പോലത്തെ പവർ ഫീൽ ചെയ്തിരുന്നു പറഞ്ഞു. അപ്പോൾ ഞാൻ അതിനാടാ നീ അങ്ങനെ പറഞ്ഞേ? അല്ല, എല്ലാ ദിവസവും പ്രാർത്ഥിക്കുമ്പോൾ നല്ല പവറിൽ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ പറഞ്ഞു ഇന്ന് ഞാൻ പവറിൽ തന്നെ പ്രാർത്ഥിച്ചത്, പക്ഷേ എനിക്കെന്തോ സാറിന് എന്തോ ഒരു കാര്യം നടക്കേണ്ടതായിട്ടുണ്ടെന്ന് എൻ്റെ മനസ്സിൽ വന്നു. അപ്പം ഞാൻ ഇവനോട് അത് പറയണോ വേണ്ടയോ എന്നിങ്ങനെ ചിന്തിച്ചപ്പോൾ എൻ്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തരുവാണ്, ഈ വ്യക്തിയോട് ഇത് പങ്കുവെക്കുക. ഒരു പയ്യനാണ്. അപ്പം ഞാൻ അവനോട് കാര്യം പങ്കുവെച്ചു കഴിഞ്ഞ് അവൻ പറഞ്ഞു, സാറേ ഞാനിപ്പോൾ ഒരാളെ വിളിക്കാമെന്ന് പറഞ്ഞു പോയി. ഒരു ലോങ് സ്റ്റോറി ഷോർട്ട്, ഒരു 3 മണിക്കൂറിനകത്ത് ഈ കാര്യം നടക്കുവാണ്. ഞാൻ 5-6 മാസമായിട്ട് അതായത് മലയാളികളെ കുറേ ആൾക്കാർ നമ്മൾ കോണ്ടാക്ട് ചെയ്ത് എല്ലാവരും ഇട്ട് വലിപ്പിച്ച് ഒരു പരിപാടി നടക്കാത്ത രീതിയിൽ. നമ്മുടെ ചില ആൾക്കാരെ അറിയാമല്ലോ, ഒരാൾക്കൊരു നല്ലത് വരുന്നെന്ന് കാണുമ്പോഴത്തേക്കും ഏത് വിധേന അതിനെ ഒന്ന് ഡിലേ ചെയ്യാനും സ്റ്റോപ്പ് ചെയ്യാനൊക്കെ നോക്കുന്ന അതൊരു പൈശാചിക ആറ്റിറ്റ്യൂഡാണ്. പക്ഷേ ദൈവം അതിനെ ബ്രേക്ക് ചെയ്ത ഒരു വ്യത്യസ്തമായ രീതിയിലാണ്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു വ്യക്തി, ആ വ്യക്തി ഇവിടെ മിഡിൽ ഈസ്റ്റിൽ കോണ്ടാക്ട് ചെയ്ത്, മലയാളികളൊന്നും ഇൻവോൾവ് ആയിട്ടില്ല, അറബികൾ ഡോക്ടേഴ്സായിട്ടുള്ള ഇൻവോൾവ് ആയിട്ട് അവരൊറ്റ കാര്യം നിർദ്ദേശിച്ചിട്ടുള്ളൂ, പ്രാർത്ഥിച്ചാൽ മാത്രം മതി. അവർ ഒരു രൂപ പോലും, നമ്മൾ മലയാളികളോട് ഞാൻ പല കാര്യങ്ങളും ചോദിച്ചു കഴിഞ്ഞപ്പോൾ വലിയ എമൗണ്ടൊക്കെ എന്നോട് ചോദിക്കുന്നു, എന്നിട്ടും കാര്യം നടക്കുന്നില്ല. പക്ഷേ 1 രൂപ പോലും ഇല്ലാതെ ആ ഡോക്ടേഴ്സ് അതെല്ലാം ക്ലിയർ ചെയ്ത് ആ സംഭവം ആ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ടു. ഇപ്പം ഞാൻ ഓർക്കുക, ദൈവം ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ ഒരു രീതിയുണ്ട്. ദ ഹോളി സ്പിരിറ്റ് അത് ടേക്ക് ഓവർ ചെയ്യും. അവിടെ നമ്മളായിട്ടത് ഫിഗർ ഔട്ട് ചെയ്യാൻ നിൽക്കരുത്. ദൈവത്തോട് പറഞ്ഞു, ദൈവം എനിക്കിത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്, അവിടുന്ന് ടേക്ക് ഓവർ ചെയ്യണം. ദൈവം ചിലപ്പോൾ ഉപയോഗിക്കുന്നത് നിരീശ്വരവാദിയായിരിക്കും. ഒരിക്കലും എക്സ്പെക്റ്റ് ചെയ്യരുത് ക്രിസ്ത്യാനികളെ തന്നെ, പ്രാർത്ഥനക്കാരെ തന്നെ, അല്ലെങ്കിൽ പള്ളിയിലെ അച്ഛന്മാരെ തന്നെ, അവരെ ഒന്നും ആകണമെന്നില്ല ദൈവം ഉപയോഗിക്കുന്നത്. ഞാൻ എൻ്റെ ലൈഫിൽ വലിയൊരു ക്രൈസിസ് ടൈമിൽ എന്നെ സഹായിക്കാൻ ദൈവം അയച്ചത് ഒരു നിരീശ്വരവാദിയായിരുന്നു. അപ്പോൾ ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഗോഡ് വിൽ യൂസ് എനി വൺ. ഞാൻ വേറൊരു രാജ്യത്തായിരുന്ന സമയത്ത് 20 വർഷം മുമ്പാണ് വലിയൊരു ക്രൈസിസിലൂടെ ഞാൻ കടന്നുപോയി. എനിക്ക് വലിയൊരു ക്രൈസിസിലൂടെ കടന്നുപോയ സമയത്ത് കർത്താവ് ഒരു ദർശനത്തിൽ ഒരു സ്ഥാപനത്തിൽ ചെന്ന് ഒരു ജോലിക്ക് വേണ്ടി അപേക്ഷിക്കുവാൻ ഒരു പ്രേരണ വന്നു. അപ്പം ഞാൻ അവിടെ ചെന്നപ്പോൾ എന്നെ സഹായിച്ച വ്യക്തി എന്ന് പറയുന്നത് ആൾക്ക് വലിയ ഫെയ്ത്ത് എന്നുള്ളൊരു വ്യക്തിയല്ല, കാത്തലിക്കായിട്ട് ജനിച്ച വ്യക്തിയാണ്, പക്ഷേ ആൾക്ക് ഫെയ്ത്ത് ഒന്നുമില്ല, ആൾക്കങ്ങനെ വലിയ ഫെയ്ത്ത് ഒന്നുമില്ല. പക്ഷേ പുള്ളിയാണ് ദൈവം ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ ഓർക്കുക, ദൈവത്തിന് ഉപയോഗിക്കുവാൻ ആരെയും ദൈവത്തിന് വലിയ പ്രാർത്ഥനക്കാരനാകണമെന്നില്ല. നമ്മുടെയൊക്കെ ചിന്തയിൽ നമ്മൾ ഓർക്കും, പള്ളിയിൽ പോയി ഫുൾ ടൈം ഇരിക്കുന്ന ആളായിരിക്കും ദൈവം ഉപയോഗിക്കുന്നത്. ദൈവത്തിന് ആരെ വേണമെങ്കിലും ഉപയോഗിക്കാം. നമ്മൾ ലീസ്റ്റായിട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൾ ചിലപ്പോൾ നമുക്ക് അനുകൂലമായിട്ട് നിൽക്കും. പ്രാർത്ഥിക്കുന്ന ആൾ നമുക്ക് അനുകൂലം, അങ്ങനെ ചിന്തിക്കില്ല. ദൈവം എന്നെ കർത്താവ് മനസ്സിലാക്കി തന്ന കുറേ കാര്യങ്ങളാണ്. ആ ദൈവത്തിന് ഇന്ന സമുദായം എന്ന് പോലുമില്ല. ഏത് വ്യക്തിനെ പോലും ഒരിക്കലും ഒരു കാര്യത്തിനായിട്ട് ഞാനിപ്പോഴും ഓർക്കും, ചിലപ്പോൾ അതൊരു നമ്മളെ ലീസ്റ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്ന ഒരാളായിരിക്കും. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, യേശുവിൻ്റെ കുരിശിലെ പരിഹാര ബലിയിൽ വെൻ ഹീ സെഡ് ഇറ്റ് ഈസ് ഫിനിഷ്ഡ്, ടെറ്റലസ്റ്റായി എന്ന് പറയുന്ന മൊമെൻറ്റിൽ ഈ ഭൂമിയിൽ ഇന്ന് ജീവിക്കുന്ന സകല മനുഷ്യരെ സ്വന്തം പരിഹാര ബലിയിൽ കർത്താവ് ഉൾക്കൊള്ളിച്ചായിരുന്നു. മഴ പെയ്യുമ്പോൾ എല്ലാവരിലേക്കും മഴ പെയ്യുന്നു, അല്ലേ? സൂര്യൻ ഉദിക്കുമ്പോൾ എല്ലാവർക്കും വെളിച്ചം കിട്ടുന്നു. ഇതുപോലെ യേശു കുരിശിൽ പരിഹാര ബലിയായി തീർന്ന സമയത്ത് യേശുവിൻ്റെ ശരീരത്തിലേക്ക്, യേശുവിൻ്റെ ആ പരിഹാര ബലിയിലേക്ക് സകല മനുഷ്യരെയും യേശു സമർപ്പിച്ചു പിതാവിൻ്റെ സന്നിധിയിൽ. അതുകൊണ്ട് കൊളോസസ് 1:20 നമ്മൾ കാണുന്ന സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാ വസ്തുക്കളെയും അവനിലൂടെ അവിടുന്ന് തന്നോട് അനുരഞ്ജിപ്പിക്കുകയും അവൻ കുരിശിൽ ചിന്തിയ രക്തം വഴി സമാധാനം സ്ഥാപിക്കുകയും ചെയ്തു. അപ്പം ഇതൊന്നും അംഗീകരിക്കാനാണ് ദൈവം ഇന്ന് സുവിശേഷത്തിലൂടെ ലോകത്തോട് പറയുന്നത്. ദൈവം നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ സകലതും ചെയ്തു കഴിഞ്ഞു, യേശു എനിക്ക് വേണ്ടി സകലതും ചെയ്തു കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് വിധേയപ്പെടുന്നവൻ കർത്താവിൻ്റെ തിരുരക്തത്തിലൂടെ മകനായി പിതാവിൻ്റെ ഭവനത്തിൽ കയറുകയാണ്. ഇതിനെ എതിർക്കുന്നവൻ, യേശു എബ്രായ ലേഖനം 10-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്നത്, ശത്രുക്കളെ തൻ്റെ പാദപീഠമാക്കുമ്പോൾ അവൻ കാത്തിരിക്കും. ചിലവർ റെസിസ്റ്റ് ചെയ്യും, ഇങ്ങനെ സംഭവിച്ചിട്ടില്ല, അങ്ങനെ നടന്നിട്ടില്ല, അത് റെസിസ്റ്റ് ചെയ്യും. ആ റെസിസ്റ്റിംഗ് കൊണ്ട് എന്താ അവിടെ സംഭവിക്കുന്നത്? അവർ വീണ്ടും ആ ദാസ്യത്വത്തിൽ തുടരും. ദൈവത്തെ വിശ്വാസം കാണും, ദാസ്യത്വത്തിൽ തുടരും. ഇന്ന് വിശ്വസിക്കുന്നവനോ ദൈവം കൂടെയുണ്ടെന്നുള്ള ആ ഒരു ഉറപ്പിൽ, ആ അനുഭവത്തിൽ മക്കളെന്നുള്ള പദവിയിൽ ജീവിക്കാൻ പറ്റും. അതായത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിൻ്റെ വലിയൊരു കൊടുങ്കാറ്റ് ക്യാരി ചെയ്തുകൊണ്ട് നടക്കുവാണ്. ആ നടക്കുന്ന വ്യക്തി ഈ ഭൂമിയിലെ ഏറ്റവും വലിയ സമ്പന്നം നിങ്ങളാണ്.
പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിനകത്ത് ദൈവം കൂടെ നിൽക്കുമ്പോൾ ക്രിയേറ്റീവ് മിറക്കിൾസിനകത്തായിരിക്കും നിങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ ക്രിയേറ്റീവായിട്ടുള്ള മിറക്കിൾസ് ഈ നാളുകളിൽ സംഭവിക്കട്ടെ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. ഈ നാളുകളിൽ ക്രിയേറ്റീവായിട്ടുള്ള അത്ഭുതങ്ങൾ, ക്രിയേറ്റീവായിട്ടുള്ള മിറക്കിളുകൾ യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ ഈ നാളുകളിൽ നമ്മുടെ ഇടയിൽ വെളിപ്പെടട്ടെ. അത്ഭുതകരമായി ഇരുന്നിട്ട് എഴുന്നേൽക്കുന്നത് പോലെ തന്നെ നിന്ദിച്ചവരുടെ മധ്യത്തിൽ ദൈവം മാനപാത്രമായി അനേകരെ ഉയർത്തുന്നു. നിന്ദിക്കപ്പെട്ട സ്ഥലത്ത് നിന്നെ നിന്ദിച്ചവർ നിന്ദിക്കപ്പെടുമ്പോൾ അവരുടെ നടുവിൽ ആത്മാവിൻ്റെ അഭിഷേകമുള്ളവൻ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകമുള്ളവനെ ദൈവം പറത്തി ഉയർത്തും. എതിർത്ത് നിൽക്കുന്നവർ അത്ഭുതപ്പെടും. അവർ 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 ദൈവമക്കളെ നിന്ദിച്ചവർ നിന്ദിക്കപ്പെടുമ്പോൾ ദൈവമക്കളെ ദൈവം ആത്മാവിൻ്റെ അഭിഷേകത്തിൽ ഉയർത്തും. ഇന്ന് തല ഉയർത്തി ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ടെന്നുള്ള ബോധ്യത്തിൽ ദൈവത്തെ ഒന്ന് സ്തുതിച്ചേ, യേശുവിനെ ഒന്ന് സ്തുതിച്ചേ, പിതാവിനെ ഒന്ന് ആരാധിച്ചേ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ നടുവിൽ ഈ നിമിഷം ഇറങ്ങി നിൽക്കുന്നു, വെളിപ്പെടുന്നു. മനുഷ്യർക്ക് അസാധ്യമായത് ദൈവത്തിന് സാധ്യമാണ്. ഇന്ന് അസാധ്യമെന്ന് നമ്മൾ കരുതുന്ന വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ സാധ്യതകളുടെ വലിയൊരു വേവ് തന്നെ ഈ നിമിഷം നമ്മളിലേക്ക് കടന്നു വരികയാണ്. ഹീ ഈസ് ടേണിങ് അറൗണ്ട് സിറ്റുവേഷൻസ്. എവിടെയാണോ, ഏത് വ്യക്തികളാണോ നിനക്കെതിരായി കഴിഞ്ഞ മാസങ്ങൾ നിന്നത്, ആ വ്യക്തികൾ ഈ നാളുകളിൽ നിനക്ക് അനുകൂലമാക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം ഇന്ന് നമുക്ക് വേണ്ടി കടന്നു വരുന്നു. എനിക്ക് വേണ്ടി, നിനക്ക് വേണ്ടി, നമുക്ക് വേണ്ടി. പറഞ്ഞേ, എനിക്ക് വേണ്ടി അത് കടന്നു വരുന്നു, നിനക്ക് വേണ്ടി അത് കടന്നു വരുന്നു, നമുക്ക് വേണ്ടി ഈ ആത്മാവിൻ്റെ അഭിഷേകം കടന്നു വരികയാണ്. ഹോളി സ്പിരിറ്റ്, വി വർഷിപ്പ് യു. ഞങ്ങളുടെ നടുവിൽ ഇന്ന് ആത്മാവിൻ്റെ അഭിഷേകം വെളിപ്പെടുന്നതിനായി നന്ദി പറയുന്നു. സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി അവനെ ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സമസ്തവും നമുക്ക് ദാനമായി നൽകാതിരിക്കുമോ? റോമ 8:32. 8:31 നമ്മൾ കാണുന്നു, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ ആര് നമുക്ക് പ്രതികൂലമായിട്ടിരിക്കും. 8:32 കാണുന്നു, സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ അവനെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ അവനോട് കൂടെ സമസ്തവും ദാനമായി നൽകാതിരിക്കുമോ? സോ ദാറ്റ് ഈസ് എ ഡോർ. ദൈവം അനുകൂലമായിട്ടുണ്ട്. ഇന്ന് പുത്രനായ യേശു ക്രിസ്തുവിലൂടെ, ആ വാതിലിലൂടെ രക്ഷ പ്രാപിക്കുന്നവൻ, നീതീകരിക്കപ്പെടുന്നവൻ, ആ നീതീകരിക്കപ്പെടുന്നവന് യേശു ക്രിസ്തുവിനെ കെട്ടിയതിലൂടെ എല്ലാം കെട്ടിക്കഴിഞ്ഞിരിക്കുകയാണ്. പിന്നെ അവൻ്റെ സംസാരം മാറുവാണ്. പിന്നെ നെഗറ്റീവല്ല വായിന്ന് വരുന്നത്. ഇല്ല 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 എന്നല്ല പറയുന്നത്. ഉണ്ട്, എനിക്ക് യേശു ഉള്ളത് കൊണ്ട് എനിക്ക് എല്ലാം ഉണ്ട്. യേശു പറഞ്ഞു, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും, ഇല്ലാത്തവന് ഉള്ളതും കൂടെ എടുക്കപ്പെടും. അതിൻ്റെ കാരണം എന്താ? അന്നത്തെ കാലത്തുള്ള മനുഷ്യർ പല കാര്യത്തിലും കംപ്ലൈൻറ്റ് പറയുകയാണ്. നമ്മളെ കംപ്ലൈൻറ്റ് ബോക്സ് ആക്കാനല്ല യേശു തിരഞ്ഞെടുത്തത്. യേശു ഉള്ളതിനാൽ എല്ലാം എനിക്കുണ്ട്, ഉള്ളവന് കൂടുതൽ നൽകപ്പെടും. കാരണം ഉള്ളിലിരിക്കുന്നവൻ മഹത്വത്തെക്കുറിച്ചുള്ള പ്രത്യാശയെ ക്രിസ്തുവാണ്. ആ ക്രിസ്തു ഉള്ളിലുള്ളവൻ പറയേണ്ടത്, എനിക്ക് വേണ്ടി ദൈവം ഇടപെട്ട് കഴിഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം അത്ഭുതം ചെയ്ത് കഴിഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം ക്രൂശിൽ സകൃതം ചെയ്ത് കഴിഞ്ഞു, എന്നെ നീതീകരിച്ചിരിക്കുന്നു. ഇന്ന് ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. അത്ഭുതമന്ത്രിയായ ദൈവം എനിക്ക് അനുകൂലമായിട്ടുണ്ട്. എനിക്ക് വേണ്ടി ദൈവം ഇടപെട്ട് കഴിഞ്ഞു, എനിക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചു കഴിഞ്ഞു. യേശു ചോദിക്കുന്നില്ലേ, നിനക്ക് വേണ്ടി ഞാൻ ഈ അത്ഭുതം ചെയ്യുവാൻ എനിക്ക് സാധിക്കുമെന്ന് നീ വിശ്വസിക്കുന്നു? അത് വിശ്വസിക്കുമ്പോൾ ഒരു ഡോർ തുറക്കുക, ആത്മാവിൻ്റെ അഭിഷേകം തുറക്കപ്പെടുവാണ്. ഞാൻ വിശ്വസിക്കുന്നു, നീ വിശ്വസിച്ചതുപോലെ തന്നെ നിനക്ക് സംഭവിക്കും. കാരണം ഹീ ഈസ് കേപ്പബിൾ. അവന് അസാധ്യമായതൊന്നുമില്ല. അസാധ്യമായതൊന്നുമില്ലാത്ത ദൈവത്തിൻ്റെ സാധ്യതകൾ, അൺലിമിറ്റഡ് ആയിട്ടുള്ള അത്ഭുതങ്ങൾ ഈ നാളുകളിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ സജ്ജമായി നിൽക്കുകയാണ്. വിശ്വസിക്കുക. എഫെസസ് 3:20 നമ്മിൽ പ്രവർത്തിക്കുന്ന ശക്തിയാൽ നമ്മൾ ചോദിക്കുന്നതിലും ആഗ്രഹിക്കുന്നതിലും വളരെ കൂടുതൽ ചെയ്തു തരുവാൻ കഴിയുന്നവനായ നമ്മുടെ കർത്താവ് യേശു ക്രിസ്തുവിന് സഭയിലും തലമുറകളോളം എന്നേക്കും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. തലമുറകളോളം മഹത്വം ഉണ്ടാകട്ടെ. കാരണം സ്വന്തം പുത്രനെ പോലും ഒഴിവാക്കാതെ നമുക്ക് വേണ്ടി അവനെ ഏൽപ്പിച്ചു തന്നു. നീ വിശ്വസിക്കുന്നുണ്ടോ? ഏൽപ്പിച്ചു തന്നുവെന്ന്. നിനക്ക് വേണ്ടിയാണ് ഏൽപ്പിച്ചു തന്നത്. എനിക്ക് വേണ്ടി പറഞ്ഞു, എനിക്ക് വേണ്ടി എൻ്റെ യേശു ഏൽപ്പിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി എൻ്റെ യേശു ഏൽപ്പിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി എൻ്റെ യേശു പീഡിപ്പിക്കപ്പെട്ടു. എനിക്ക് വേണ്ടി എൻ്റെ യേശുവിൻ്റെ ശരീരം തകർക്കപ്പെട്ടു. അപ്പം അത്രമാത്രം വലിയ തകർച്ചയിലൂടെ യേശു കടന്നുപോയെങ്കിൽ ആ യേശുവിൻ്റെ സഹനത്തിലൂടെ ഞാൻ സൗജന്യമായി ഇന്ന് നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും ഗോഡ് ബ്ലസ് യു. ഞാൻ ഇവിടുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഹോളി സ്പിരിറ്റ് എന്നോട് ദാറ്റ്സ് ഇറ്റ് എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ വെച്ച് നിർത്തുന്നത്. ഇന്ന് കേട്ട ഈ വചനം ലേറ്റായിട്ട് ജോയിൻ ചെയ്തവർ സാധിക്കുമെങ്കിൽ തുടക്കം മുതലൊന്ന് കേട്ട് നോക്കണേ. നിങ്ങൾ വീണ്ടും കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കും. ഗോഡ് ബ്ലസ് യു. കീപ് മീ ഓൾസോ ഇൻ പ്രേയേഴ്സ്. പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രെയർ റിക്വസ്റ്റിന് വേണ്ടി പ്രത്യേകം ഞാനിവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോളാം.
കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യുന്ന പ്രയർ റിക്വസ്റ്റുകൾക്കൊക്കെ വേണ്ടി എല്ലാം ഇവിടെ കർത്താവിൻ്റെ സന്നിധിയിൽ അമ്മ മാതാവിൻ്റെ ഗ്രോട്ടയാണ്, പ്രാർത്ഥിക്കാൻ വരുന്നൊരു സ്ഥലമാണ്. ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇന്നിവിടെ വന്നിരുന്ന് നല്ലൊരു വെയിലുള്ള ദിവസമാണ്. അപ്പോൾ ഇന്ന് നടക്കാനൊക്കെ ആയിട്ട് ഇന്ന് ഒരു ഫ്രീ ടൈം ഉണ്ട്, അതുകൊണ്ട് ഇതിവിടെ വന്നതാണ്. എന്തായാലും ഇവിടെ നിന്ന് കുറേ വീഡിയോസൊക്കെ പണ്ട് ചെയ്തിട്ടുണ്ട്, കുറേ വർഷങ്ങൾക്ക് മുമ്പ്. ലൈവ് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ലൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ഇരുന്ന് ലൈവ് ചെയ്യാൻ പറ്റി. ദൈവത്തിന് മഹത്വം. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഹാവ് എ ബ്ലെസ്സഡ് ഡേ.